ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. നമ്മൾ ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളോട് അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവനെ കല്യാണം കഴിക്കാനായിട്ട് പൂർണ്ണ സമ്മതം തന്നെയാണല്ലോ? അവളും അതിനാന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഓഹ്, ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്തായാലും കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണം. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ മതി. ദേ, നിന്റെ വെഡിങ് ഡ്രസ്സൊക്കെ അത്രയും വിലപിടിപ്പുള്ളത് തന്നെ ആയിരിക്കണം. നമ്മൾ മോശക്കാരാണെന്നുള്ളത് പയ്യന്റെ വീട്ടുകാർ ചിന്തിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതൊന്നും വേണ്ട. എനിക്ക് ഒരു 10 മില്യൺ നിങ്ങൾ തരണമെന്ന് ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. 10 മില്യണോ? ഇതെന്താ ഈ പറയുന്നത്? അത് കേൾക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്ന് ഹീറോയിനെ അടിക്കാനായിട്ട് കയ്യോങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കാനായിട്ട് വരുന്നത്? ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ഞാൻ ഇതെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിൽ അത് തെറ്റല്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? നിനക്ക് ഓൾറെഡി ആ ബോഡി ഗാർഡ് ചെക്കനെ ആയിരുന്നല്ലേ ഇഷ്ടം. ഇപ്പോ നമ്മളെല്ലാരും നിർബന്ധിച്ചിട്ടല്ലേ ഈ ചെക്കനെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പിന്നെ നിനക്ക് എന്തിനാ ഇത്രയധികം കാശ്? അത് പോരാഞ്ഞിട്ട് ആ പയ്യൻ നല്ല റിച്ച് ഫാമിലിയിലുള്ളതാണ്. നിനക്കറിയാലോ, നിന്റെ അനിയത്തിക്ക് വന്ന കല്യാണ ആലോചന ഇത് നിന്റെ കയ്യിൽ എത്തിയത്. അതുകൊണ്ട് എനിക്ക് അത്രയും കാശൊന്നും തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, എന്റെ അനിയത്തിയോ? നിങ്ങൾ മേലിൽ എന്റെ അനിയത്തിയാന്ന് പറയരുത്. നിങ്ങളുടെ രണ്ടാം ഭാര്യയുള്ള നിങ്ങളുടെ മകളാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അയാൾക്ക് പിന്നെ ദേഷ്യം വന്നിട്ട് അവളെ അടിക്കാനായിട്ട് കയ്യോങ്ങുന്നുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഹീറോയിൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ്. അവളുടെ പേര് നമുക്ക് സിയ എന്ന് വെക്കാം. സിയ വലിയൊരു കമ്പനിയുടെ സിഇഒ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോഡി ഗാർഡ് വേണമെന്നുള്ളത് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് വെക്കുന്നുണ്ടെങ്കിലും ആരെയും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ വെച്ച കൂട്ടത്തില് ഒരാൾ വരുന്നുണ്ടായിരുന്നു. അവനെ സിക്ക് ആദ്യമായി കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡുമായിട്ട് അവൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കി അവന്റെ മേലേക്ക് വീഴുക, അവന്റെ കയ്യിൽ കയറി പിടിക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവൾ കാണിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടും അവൻ എങ്ങനെയെങ്കിലും തന്നെയും തിരിച്ച് പ്രണയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അവൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കാര്യം അവനും അറിയായിരുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ ബോഡി ഗാർഡ് ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ഹീറോയിൻ അവനോട് എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ വേറെ ഏതോ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ അതിൽ ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ജി ആകെ ഷോക്കായി പോകുന്നുണ്ടായിരുന്നു. അത് ആരുടെ ഫോട്ടോയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. അതായത് അവളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ മകള്. അവളെ ഈ ബോഡി ഗാർഡ് പ്രണയിക്കുന്നുണ്ട്. അവളുടെ ഫോട്ടോയായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇത് ജിയെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അവൾ ഒരുപാട് ഇവനെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്നും അവൻ ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് അവൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം അവൾ അറിയുന്നത്. അത് അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവൾക്ക് ഒരുപാട് സങ്കടവും വരുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോയി ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനോട് സംസാരിക്കാന്ന് പറഞ്ഞ് തിരികെ വരുന്ന സമയത്ത് അവന്റെ ഏതൊരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എടാ, നീ ഇത്രയും വലിയൊരു നാട്ടിലെ പ്രിൻസ് ആയിട്ട് നീ എന്തിനാടാ ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് അവളുടെ ആട്ടും തുപ്പും കേട്ട് അവിടെ നിൽക്കാനായിട്ട് നോക്കുന്നത്? നീ തിരികെ വാ. വീട്ടുകാരൊക്കെ അറിഞ്ഞ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ, നീ എന്താ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? എനിക്ക് അവളുടെ അനിയത്തിയെ ഒരുപാട് ഇഷ്ടമാണ്. അവളെയും കൊണ്ടല്ലാതെ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് വരത്തില്ല. പിന്നെ നിനക്കറിയാലോ അവളുടെ കാര്യം, ആ സിയയുടെ കാര്യം. എന്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഒട്ടും തന്നെ അവളെ ഇഷ്ടമല്ല. പക്ഷെ അവൾ എന്തിനാ എങ്ങനെ എന്നോട് പെരുമാറുന്ന എനിക്ക് അറിയത്തില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം. അതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യൂ? എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മനഃപൂർവ്വം എന്റെ മേലേക്ക് വീഴുക, എന്നെ കെട്ടിപ്പിടിക്കാനായിട്ട് നോക്കുക. എനിക്കതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ സഹിച്ചു നിൽക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഇതല്ല, ഇതിനപ്പുറവും ഞാൻ സഹിക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് അവനെ ശരിക്കും പറഞ്ഞ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും എല്ലാം കടിച്ചമർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം സിയയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിയ ആണെങ്കിൽ പതിവിലും വിപരീതമായിട്ട് അവൾ മിണ്ടാതെ വന്നിട്ട് കാറിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അത് അവൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. സാധാരണ അവൾ അങ്ങനെയല്ല വരാറ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് സ്ലിപ്പായിട്ട് ഇങ്ങനെ വീഴാനായിട്ട് പോവുക, അവനോട് ഇങ്ങനെ ബലബലാന്ന് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. നേരെ കാറിലേക്ക് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയം
അവിടെ അവളുടെ അനിയത്തി ഉണ്ടായിരുന്നു. ഇവളുടെ പേര് നമുക്ക് റിയ എന്ന് വെക്കാം കേട്ടോ. അവള് വന്ന ഉടനെ നേരെ ഹാ ചേച്ചി, നീ ഇത്ര പെട്ടെന്ന് വന്നോ, എന്തായാലും നീ വന്നല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു ലേലമായിരുന്നു. പഴയ ഏതോ രാജകുമാരുടെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ആയിരുന്നു. അത് നല്ല വിലപിടിപ്പുള്ളതായിരുന്നു. അതിങ്ങനെ ലേലത്തിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ സിയ വന്നിട്ടുണ്ടായിരുന്നത്. റിയയും അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവൾ പതുക്കെ ഈ ബോഡി ഗാർഡൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദേ, ഇന്നലെ എനിക്ക് ആ ചോക്ലേറ്റ് കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് രാത്രി നീ ഇത്രയും ബുദ്ധിമുട്ടി അത് കൊണ്ടുവരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോഴത്തേക്കും സിയയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിനിടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും അവൾക്കാക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് അവൾ ആ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കൂടെ ഈ അനിയത്തി പെങ്കൊച്ചും വരുന്നുണ്ട്. നേരെ വന്നിട്ട് രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ അനിയത്തി പെങ്കൊച്ചിനെ വലിയ പ്രശ്നക്കാരിയായിട്ടല്ല ഇപ്പൊ കാണിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്താവുന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി, നീ ഈ ഓർണമെന്റ്സ് എല്ലാം മേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്തിനാ ഞാൻ വന്നത്, വെറുതെ എന്തായാലും ഈ ലേലത്തിൽ വന്നിരിക്കാനായിട്ട് എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ? ഈ ഇരിക്കുന്നതിൽ ഒരു റിങ് പോലും മേടിക്കാനുള്ള കാശ് നിനക്ക് എന്തായാലും അച്ഛൻ തരാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, നീയും നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് അത് മേടിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. നീ നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് മേടിച്ചാൽ തന്നെ ഇതിൽ എല്ലാ സാധനവും നിനക്ക് മേടിക്കാനായിട്ട് പറ്റുമോ? അത്രയൊന്നുള്ള വരുമാനം നിനക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇതേ സമയത്ത് പുറകിലിരുന്ന് ഈ ബോഡി ഗാർഡ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഈ അനിയത്തി പെങ്കൊച്ചിന് ഇതെല്ലാം വേണമെന്നൊരു ആഗ്രഹം വരുന്നുണ്ടായിരുന്നു. അത് നൈസായിട്ട് ബോഡി ഗാർഡിനോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഈ ഓർണമെന്റ്സ് എല്ലാം മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും ഈ അനിയത്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അസിസ്റ്റന്റ് വന്ന് ആ ഓർണമെന്റ്സ് എല്ലാം ലേലത്തിൽ മേടിക്കുന്നുണ്ടായിരുന്നു. സിയയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് ഈ റീക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു കൊട്ടാരം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു. അത്രയും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് സിയയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നില് അവൻ തന്നെയാണെന്നുള്ളത് അവൾക്ക് അറിയായിരുന്നു. കൂടെ നിന്നിട്ടും അവൻ എങ്ങനെയാണ് ചതിക്കാനായിട്ട് തോന്നുന്നു ചിന്തിക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ ഇത്രയും നാൾ അവനെ സ്നേഹിച്ചു തോർത്തിട്ട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് കാറിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് റിയ വന്നിട്ട് ചേച്ചി എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു പാർട്ടിക്ക് പോകുന്ന പറയുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാനും കൂടെ വന്നോട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കാനായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹീറോ ഇല്ലേ, അവനത് കേൾക്കേണ്ട താമസം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഡോർ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ തക്കം നോക്കി ആ പെങ്കുച്ച് കാറിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഇവരൊരു പബ്ബിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ സി അവിടെ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അവൾ മാറി നിന്ന് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് റിയ ആണെങ്കിൽ അവിടെ ഫുൾ എൻജോയ്മെന്റിലായിരുന്നു. ഈ ബോഡി ഗാർഡും ഫുള്ള് നമ്മുടെ റിയെ തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് സിയയ്ക്കാകെ ബോറടിച്ച് അവൾ മാറി നിൽക്കുന്ന സമയത്ത് കുറച്ച് ആമ്പിളാര് വന്ന് അവളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ബോഡി ഗാർഡും കാണുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സിയയ്ക്കാകെ ദേഷ്യം കൊണ്ട് കടിച്ചമർന്ന് നിൽക്കുന്ന സമയത്ത് മേളിൽ നിന്നൊരു ബോക്സ് താഴേക്ക് വീണ് വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ നമ്മുടെ സിയെ മൈൻഡ് പോലും ചെയ്യാതെ റിയ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. അത് നേരെ വന്ന് സിയുടെ തലയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾക്ക് പരിക്ക് പറ്റിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവൾക്കിപ്പോ ബോധമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ അടുത്ത് ഈ അനിയത്തിയും ബോഡി ഗാർഡും ഉണ്ടായിരുന്നു. അനിയത്തി പറയുന്നുണ്ട്, എന്തായാലും നീ ചേച്ചിയെ രക്ഷിക്കാതെ എന്നെ രക്ഷിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിലെനിക്ക് ആ സമയത്ത് ഒരു നന്ദി പോലും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എന്റെ കടമയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനും പറയുന്നുണ്ടായിരുന്നു. ഉടനെ അയ്യോ പാവ എന്റെ ചേച്ചി, എന്നാൽ ഇങ്ങനെ പറ്റിപ്പോയല്ലോ, പക്ഷെ നീ ചെയ്ത തെറ്റാണ് കേട്ടോ, നീ ചേച്ചിയുടെ ബോഡി ഗാർഡല്ലേ, അപ്പൊ പിന്നെ നീ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞിട്ട് എന്തൊക്കെയോ കിടന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സിയയ്ക്കാകെ ദേഷ്യം വന്നിട്ട് ഒന്നിറങ്ങി പോകുന്നുണ്ടോ രണ്ടുപേരും, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ബോഡി ഗാർഡിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബോഡി ഗാർഡ് ആകുമ്പോൾ അവളെയല്ലേ രക്ഷിക്കേണ്ടത്, പക്ഷേ അവൻ ആ സമയത്ത് ഇവളെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ കൊടുക്കാനായിട്ട് അവളൊരു വടി പോലത്തെ എന്തോ ഒരു സാധനം മേടിച്ചു വെച്ചിട്ട്, എന്തായാലും നീ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിനക്ക് ശമ്പളം തന്ന് എന്റെ കൂടെ നിർത്തിയേക്കുന്നത് എനിക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ എനിക്കൊരു പ്രശ്നം വരുമ്പോ നീയല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ആ സമയത്ത് നീ എന്നെ അകറ്റി നിർത്തിയിട്ട് വേറൊരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള ചെറിയൊരു ശിക്ഷ നിനക്ക് തന്നേ മതിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഞാൻ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് അവന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അറിയോ ഓടി വന്നിട്ട്, അയ്യോ ചേച്ചി അവനൊന്നും ചെയ്യരുത് പ്ലീസ്, ഞാൻ പറയുന്നൊന്നും കേക്ക്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് പെട്ടെന്ന് ഞാൻ അവന്റെ അടുത്തല്ലേ നിന്നത്, അതുകൊണ്ടാ അവൻ എന്നെ രക്ഷിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ നാടകമൊക്കെ കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വടി വെച്ചിട്ട് ഒരടി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നേരെ പോയി കൊള്ളുന്നത് റിയയുടെ മേലിലായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അവനാകെ ടെൻഷൻ അടിച്ചിട്ട് റിയ അവിടെ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സിയ അങ്ങനെ വീണോന്ന് വെച്ച് ചെയ്തല്ലായിരുന്നു. അവളുടെ മുമ്പിൽ ഇങ്ങനെ നാടകം കളിക്കുന്നത് കാണുമ്പോൾ അവൾക്കൊന്ന് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കൈകൊണ്ട് അറിയാതെ പറ്റിപ്പോയതായിരുന്നു. അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവൾക്കാകെ സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സിയ
വെഡിങ് ഗൗണൊക്കെ ട്രയൽ നോക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിലെ വലിയൊരു ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ ആ ബോഡി ഗാർഡിനെ കല്യാണം കഴിക്കുന്നതായിരുന്നു. പക്ഷെ അതൊരാഗ്രഹം മാത്രമായിരുന്നു. അതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാത്രിയാവുന്നുണ്ടായിരുന്നു. അവൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നാലും എന്തുകൊണ്ടായിരിക്കും അവൻ എന്നെ സ്നേഹിക്കാതെ അവളെ സ്നേഹിച്ചത്? അവൾക്ക് എന്നെക്കാട്ടിലും ഒരുപാട് ക്വാളിറ്റീസ് കാണുമല്ലേ എന്ന് ചിന്തിച്ച് അവൾ ആകെ സങ്കടം വന്ന് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് അവളെ മയക്കിക്കിടത്തി അവിടുന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയിട്ട് അവളോട് നീ ഒന്ന് കൊടുത്താ നിനക്ക് 10 എണ്ണമായിട്ട് തിരികെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അടി കൊടുക്കുന്നുണ്ടായിരുന്നു. സിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വേദനിച്ച് അവൾ നിലവിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അടി നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് അടി കൊടുത്തതിന് ശേഷം അയാൾ ആരെയോ കോൾ ചെയ്തിട്ട് സാർ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. തിരിച്ച് അവിടെ നിന്ന് കേൾക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഹീറോയിൻ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അത് ബോഡി ഗാർഡായിരുന്നു. നേരത്തെ റിയെ ഇവളൊരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് പകരമായിട്ടായിരുന്നു ജിയക്ക് ഇത്രയും അടി കൊടുക്കാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. കരയണോ അതോ ദേഷ്യം കാണിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയെല്ലാം കൊടുത്തതിന് ശേഷം അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനും പറയുന്നുണ്ടായിരുന്നു. ജിയ നേരെ ഹോസ്പിറ്റലിലായിരുന്നു വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അവളുടെ മുതുക് ഫുള്ള് പൊളിഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു. അവൾ ആകെ സങ്കടം വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടെ നഴ്സുമാരെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ദേ അതുപോലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തപസ് ചെയ്യണം. എന്ത് കേറിങ്ങ അവൻ ആ പെൺകുട്ടിയോട് കാണിക്കുന്നെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം ജിയ റിയക്കിട്ട് ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ പേരിൽ അവൾക്ക് എന്തോ വലിയ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവളെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ബോഡി ഗാർഡും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കണ്ടിട്ടായിരുന്നു സിസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടെ കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ച് കിടന്നിട്ട് അവള് സൗണ്ട് വെളിയിൽ കേൾക്കാത്ത രീതിയിൽ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവൾ ആ ഡോറിന്റെ അവിടേക്ക് വരുമ്പോഴത്തേക്കും അവൻ അവളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് അലറി അലറി കരയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്കും ചെറിയൊരു സങ്കടം വരും കേട്ടോ. അത്രയ്ക്ക് അവൾ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സീൻ കട്ട് ചെയ്ത് ജിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോ റിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ജിയനെയും അവളുടെ അച്ഛൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അവൾ പോയിട്ടുണ്ടായിരുന്നത്. അവളുടെ കൂടെ ഈ ബോഡി ഗാർഡും ഉണ്ടായിരുന്നു കേട്ടോ. റിയ ഇവളെ കണ്ടപാടെ നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, വാ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ചെയറിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല റിയയുടെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലേ എടി നിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ജിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവളതങ്ങനെ മൈൻഡ് ആക്കാതിരിക്കുന്ന സമയത്ത് ഈ ബോഡി ഗാർഡിന്റെ അസിസ്റ്റന്റ് അന്ന് ലേലത്തിൽ മേടിച്ച ഓർണമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതുപോലൊരു പ്രിൻസ് റിയ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഉടനെ തന്നെ പ്രിൻസ് പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇവിടെ വരുമെന്നും ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രിൻസ് ഗിഫ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലുപരി റിയ ആണെങ്കിൽ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അവൾക്ക് കിളി പറഞ്ഞൊരവസ്ഥയായിരുന്നു. എന്തോ നേടിയൊരു അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ബോഡി ഗാർഡ് തന്നെയാണ് കൊടുത്തതെന്നുള്ളത് നമ്മുടെ ജിയയ്ക്ക് മനസ്സിലായിട്ട് അവൾ അവിടെ നിന്ന് മാറി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമില് നമ്മുടെ ജിയയുടെ കുഞ്ഞുനാളിലെ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. അവളും അവളുടെ അച്ഛനും അമ്മയായിട്ട് ഒരു ഹാപ്പി ലൈഫിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. അവളുടെ അമ്മ രണ്ടാമത് ഗർഭിണിയായിരുന്നു. ആ സമയത്തായിരുന്നു അവളുടെ ഈ ചിട്ടിയില്, അതായത് ഈ റിയയുടെ അമ്മയും റിയയായിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. അതിനുശേഷമായിരുന്നു അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവസാനം അയാള് റിയയുടെ അമ്മയോട് കൂടെ ചേർന്നിട്ട് ജിയയുടെ അടുത്തും അവളുടെ അമ്മയുടെ അടുത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഒരുപാട് കാല് പിടിച്ചു നോക്കി. അവർ പ്രഗ്നന്റും കൂടെ ആയിരുന്നു. പക്ഷെ അതൊന്നും അയാൾ കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ ഈ ചിത്തിയുടെയും റിയയുടെയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹീറോയിനെയും അവളുടെ അമ്മയുടെ അടുത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങിപ്പോയിട്ട് കുറെ നാള് എന്തൊക്കെയോ കുറെ ജോലികളൊക്കെ ചെയ്തിട്ട് ജിയെ അവള് പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവർക്ക് തീരെ വയ്യായിട്ട് മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞുനാളില് അച്ഛന്റെ കൂടെയായിരുന്നു ജിയുടെ താമസം എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, രണ്ടാനമ്മയും ആ റിയയും കൂടെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജിയനെ. അതൊന്നും അവൾക്കും ഓർമ്മിക്കാൻ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് റിയ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും മാറി വന്നിരിക്കുന്നത്, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ, എന്നൊരു പ്രിൻസ് കല്യാണം കഴിക്കാനായിട്ട് പോവാ, എനിക്ക് കൊടുത്തയച്ച ഗിഫ്റ്റാ അതൊക്കെ. എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്കെന്താ കുശുമ്പ് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ഇങ്ങനെ കുശുമ്പൊന്നും കാണിക്കേണ്ട ഒരാവശ്യമില്ല. നിന്റെ അമ്മ അടുക്കളപ്പണിയൊക്കെ എടുത്തിട്ടല്ലേ നിന്നെ നോക്കിയത്, അതുപോലെ നിനക്ക് വിധിയുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്തേലും അടുക്കളപ്പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കാനായിട്ട് നോക്ക്. അല്ലാതെ ഒരു പ്രിൻസിനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിന്റെ മൂക്കില് പല്ല് മുളയ്ക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനാകെ ദേഷ്യം വന്നിട്ട് അവൾക്കിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ തറയിലേക്ക് വീണിട്ട്
ബോഡി ഗാർഡ് വരുന്നത് കാണുമ്പോൾ അയ്യോ ചേച്ചി നീ എന്തിനാ എന്നെ അടിച്ചെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അവള് ബർത്ത്ഡേ ഗേൾ ആണല്ലോ, അവളിങ്ങനെ കരയുന്നത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും ഫ്രണ്ട്സും എല്ലാവരും അവിടേക്ക് വന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു സിയയുടെ അടുത്ത്. അച്ഛനാണെങ്കിൽ നിനക്കെന്താ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വന്നപ്പോഴത്തേക്കും നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ, അതുകൊണ്ടാണോ നീ എന്റെ മോളോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് സോറി ചോദിക്കാനായിട്ട് പറയുമ്പോൾ ഈ സിയ നേരെ വന്നിട്ട് റിയയുടെ കയ്യിൽ പിടിച്ച് പിന്നെ ഒരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇനി മേലിൽ എന്റെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് ഒരക്ഷരം നിന്റെ നാക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് അവിടെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബോഡി ഗാർഡ് അവിടേക്ക് പോയിട്ട് നീ ഇതെന്തേ കാണിച്ചത്, നീ എന്തിനാ അവളെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓ നിനക്ക് വേദനിച്ചോ, അതോ ഇപ്പൊ നീ അവൾക്ക് ഞാൻ അടി കൊടുത്തതിന് പകരമായിട്ട് എന്നെ തിരിച്ചടിക്കാനാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാകെ പേടിച്ചു പോകുന്നുണ്ടായിരുന്നു. സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞു എന്ന് തോന്നിയിട്ട് ഇവൻ എന്തൊക്കെയോ ബബബാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തിനാ നിനക്ക് അവളോട് ഇത്ര ദേഷ്യം എന്ന് പറഞ്ഞ് സിയയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്തറിയും ഞങ്ങളെക്കുറിച്ച്, എന്തേലും കാര്യം അറിയാവോ, അവളാ എന്നിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ചിട്ടുള്ളത്, എനിക്ക് അവളോടല്ല ദേഷ്യം, അവൾക്ക് എന്നോടാ ദേഷ്യമുള്ളത്. കുഞ്ഞുനാളിലെ എന്റെ പാവക്കുട്ടി, എന്റെ നല്ലൊരു ലൈഫ്, എന്റെ അച്ഛൻ, അങ്ങനെ വേണ്ട എല്ലാം അവൾ തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ നോക്കുമ്പോൾ ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് ടാറ്റു ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു വിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ. ഈ റിയ ആണെങ്കിൽ അവനോട് എന്തോ ടാറ്റു ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അസിസ്റ്റന്റ് ആണെങ്കിൽ അയ്യോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് പാടില്ല, നിങ്ങളൊരു പ്രിൻസാന്ന് അറിയത്തില്ലേ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളൊരാഗ്രഹം പറഞ്ഞ അത് ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോയി ടാറ്റു ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ടാറ്റുവിന്റെ വേദന അവന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അത് റിയ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതിനപ്പുറം ഇവൻ ഇങ്ങനെ വേദനിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തോ അവൻ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പോഴത്തേക്കും അവളുടെ ശരീരത്തിൽ എന്തോ വേദനിപ്പിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത്രമാത്രം അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ ബോഡി ഗാർഡ് ഏതോ ഒരു മലമുകളിൽ പോയിട്ട് അവൻ എന്തൊക്കെയോ കുറച്ച് പരിക്ക് പറ്റിയിട്ട് എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞ് സിയോട് വന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അവന് അവധി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ഇവിടെ ഒരു പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കഥ എത്ര സ്പീഡിൽ എന്തിനാ പോകുന്നതെന്നല്ലേ. ഇപ്പോ നമ്മുടെ ഹീറോയിൻ ഈ അവളുടെ അച്ഛനൊരു പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെക്കനെ കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ല, പക്ഷെ എന്തായാലും അവൻ ഈ ജന്മത്തില്, അതായത് ബോഡി ഗാർഡ് ജന്മത്തിൽ അവളെ തിരികെ സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് അവൾക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഇതെന്നുള്ള തീരുമാനമായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ സിയെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന പയ്യൻ ഒരു വലിയ ഫാമിലിയുടെ ഒരു അംഗം തന്നെയാണ്. അവൻ നല്ല റിച്ച് മാൻ ആയതുകൊണ്ട് തന്നെ ആ ഫാമിലിയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ആദ്യം റിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ച സമയത്ത് ആ പയ്യന് ഒരു വലിയ ആക്സിഡന്റ് പറ്റി ഇപ്പൊ കോമാ സ്റ്റേജിലായിരിക്കുവാണ്. എന്തായാലും ആ ഫാമിലിയായിട്ട് ഒരു കല്യാണം ഇങ്ങനെ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറിയാൽ അത് അയാളുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ കോമാ സ്റ്റേജിലായിരിക്കുന്ന ആ ചെക്കന് വേണ്ടിയിട്ട് റിയ എന്തായാലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ അതിലോട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഹീറോയിന് വില വഴിയൊന്നുമില്ലാതെ അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തിട്ട് ഒരു ചെറിയ പാർട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ അവൾ എൻജോയ് ചെയ്യുന്നൊന്നുമല്ല, അവളുടെ സങ്കടവും ദേഷ്യവും എല്ലാം അവൾ അങ്ങ് ആ പാർട്ടിയോട് കൂടെ തീർക്കുന്നുണ്ടായിരുന്നു. ശേഷം എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ റിയയും അവളുടെ ഫ്രണ്ടും ആ സെയിം ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് റിയ കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാ, എടി നീ ശരിക്കും ആ ബോഡി ഗാർഡിനെ സ്നേഹിക്കുന്നുണ്ടോ, അവൻ എപ്പം നോക്കിയാലും നിന്റെ പുറകെ തന്നെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താടി വേറെ പണിയൊന്നുമില്ലേ, ഞാൻ പോയിട്ട് ആ ബോഡി ഗാർഡിനൊക്കെ സ്നേഹിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അവൻ എന്റെ പുറകെ നടക്കുമ്പോഴത്തേക്കും എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നായിരുന്നിരുന്നാലും പ്രിൻസ് എന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഇവനെയൊക്കെ ഞാൻ കാല് കൊണ്ട് തട്ടി എറിയും, നീ നോക്കിക്കോന്ന് പറയുമ്പോൾ ഇതെല്ലാം സിയെ കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡി ഗാർഡ് എത്രമാത്രമാണ് റിയയെ സ്നേഹിക്കുന്നുള്ളത് ഇവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയായിരുന്നാലും അവൻ ഒരുപാട് വിഷമിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൾക്കാകെ സങ്കടം വരുന്നുണ്ടെങ്കിലും അവൾക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴായിരുന്നാലും താനൊരു വിവാഹം കഴിക്കാനായിട്ട് പോവാണല്ലോ, എന്തായിരുന്നാലും ഇവിടെ ഒന്ന് മാറാന്ന് പറഞ്ഞിട്ട് അവളെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് ഈ ബോഡി ഗാർഡിന്റെ ഫോട്ടോ ആയിരുന്നു. എന്തായാലും ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് പോവല്ലേ, അപ്പൊ പിന്നെ ഈ ഓർമ്മകളൊക്കെ ഇവിടെ തന്നെ അങ്ങ് വിട്ടിട്ട് പോകുന്നതാ നല്ലത്. കഴിഞ്ഞ 3 കൊല്ലവും ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ലൈഫ് ഒരുപാട് സ്വപ്നം കണ്ടതാ. എന്തായാലും ഈ ജന്മത്തിൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ എനിക്ക് നിന്നെ ഉറപ്പായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എല്ലാം അങ്ങ് നശിപ്പിച്ച് കളയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ അവളുടെ അടുത്ത് ബാഗിൽ വെച്ച് അതിനുശേഷം നേരെ അവളുടെ അമ്മയുടെ കല്ലറയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അമ്മേ, എല്ലാ കാര്യത്തിനും ഇതുവരെയും അമ്മ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഇനിയും വേണം.
എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും സ്വന്തം എന്ന് പറയാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ബോഡി ഗാർഡ് വരുന്നുണ്ടായിരുന്നു. മാഡം, എന്തിനാ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തത്? മാഡം എവിടെയെങ്കിലും പോവാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഒന്ന് മാറി നിൽക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇനി എനിക്കൊരു ബോഡി ഗാർഡിന്റെ ആവശ്യമില്ല കേട്ടോ. നിനക്ക് വേണമെങ്കിൽ റിയയുടെ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യാം. അത് നിനക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വേറൊന്നും അവളോട് ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ റിയയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. നിനക്ക് ഞാൻ ചൂടോട് കൂടെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് പറയുമ്പോൾ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്നാക്സാണ് ഇത്, നല്ല ചൂടാ, എനിക്കിത് ചൂടോടെ കഴിക്കാൻ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, സി എവിടേക്ക് പോകാനാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ചോദിക്കുമ്പോൾ, അത് നീ അറിഞ്ഞില്ലേ, ആ സൂ ഫാമിലിയിലില്ലേ അവിടെയുള്ള ആ ചെക്കനുമായിട്ട് ഇവൾക്ക് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവരുടെ കല്യാണം നടക്കും. അതുകൊണ്ടാ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും, സൂ ഫാമിലിയുടെ പയ്യനോ, അവൻ കോമാ സ്റ്റേജിലല്ലേ ചോദിക്കുമ്പോൾ, അതൊക്കെ അവരുടെ കാര്യമല്ലേ, നമ്മൾ എന്തിനാ അതിലേക്ക് തലയിടാനായിട്ട് പോകുന്നത്, അവൾക്ക് പണമല്ലേ ആവശ്യം, അവനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൾ 10 മില്യൺ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവനോട് നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവളെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ സിയനെ പറ്റിയിട്ട് ഒരു കാര്യവും അവൻ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പുറത്ത് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, കേക്ക് കഴിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് വാരി വെച്ച് കൊടുക്കുന്നു, ഇവൾ ഇങ്ങോട്ട് വാരി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം മൂവി കാണാൻ പോകുന്നുണ്ട്. മൂവിയുടെ ഇടയിൽ നമ്മൾ കരയുന്ന സമയത്തെല്ലാം ടിഷ്യൂ പേപ്പർ വെച്ച് അവൻ തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ അവരുടെ ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സിമം ഈ ബോഡി ഗാർഡ് നമ്മൾ ഊറ്റുന്നു തന്നെ പറയാം കേട്ടോ. പിറ്റേ ദിവസം അതുപോലെ തന്നെ അവർ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ എതിർവശത്തെ കൂടെ ചാടി പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ റിയ ആകെ പേടിച്ച് ഞെട്ടുന്നുണ്ടായിരുന്നു. ശേഷം അവർ കാറിലേക്ക് കയറി പോകുന്ന സമയത്ത് ചെറുതായിട്ട് അവർക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നുണ്ടായിരുന്നു. അടി ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ബോഡി ഗാർഡിനായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് റിയ ആണെങ്കിൽ, നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, എനിക്ക് എന്തൊരു ആപത്ത് വന്നിരുന്നാലും നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇപ്പൊ നിനക്ക് ഇത്രയും അടി പെട്ടുവയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് റിയയ്ക്ക് ഒരു കോള് വന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് അവൻ എന്തോ ഒരു പന്തികേടായിരുന്നു. കാരണം നമ്മുടെ സിയയുടെ ബോഡി ഗാർഡ് ആയിരുന്ന സമയത്ത് അവൻ ഇതുപോലൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. സംഭവം സിയനെ അവള് രക്ഷിച്ചതായിരുന്നു കേട്ടോ. ആ സമയത്ത് അവനെ ഹോസ്പിറ്റലാക്കിയ സമയം ഈ സിയ ആണെങ്കിൽ, നീ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ നിന്നെ നന്നായിട്ട് നോക്കേണ്ട കടമ എനിക്കുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാല് അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാവും എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു ഭാര്യ എങ്ങനെയാണോ കൂടെ ഇരുന്ന് തന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അതുപോലെ അവൾ കൂടെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലെയൊന്നും അവനെന്തോ ഈ റിയയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ അവൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ബോഡി ഗാർഡില്ലേ, അതായത് ഈ ഹീറോ, ഇവനൊരു വലിയ പ്രിൻസാന്ന് പറഞ്ഞില്ലേ, അവന്റെ ആ വീട്ടില് എന്തോ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ സിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ ഓടി പോകുന്നുണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ തന്നെയുള്ളതായിരുന്നു. അതാണെങ്കിൽ ഒരു മരത്തിൽ കുടുങ്ങി പോകുന്നുണ്ടായിരുന്നു. ആ മരത്തിലേക്ക് കയറാനായിട്ട് എല്ലാവർക്കും പേടിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിയ ആണെങ്കിൽ ഒരു ഏണി വെച്ച് കയറി ആ പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ ജിയയുടെ പുറകുവശം മാത്രമേ നമ്മുടെ പ്രിൻസ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവളെന്തോ ആ കാണുമ്പോൾ തന്നെ അവൻ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ച് അവൾ ഏത് ഫാമിലിയിൽ അംഗമാണെന്നൊക്കെ അസിസ്റ്റന്റിനോട് ചോദിച്ചറിയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ടായിരുന്നു അവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ടും അവളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അവൻ ആള് മാറിയിട്ട് അവൻ നേരെ പോയി ചാടിക്കൊടുത്തത് റിയയുടെ അടുത്തായിരുന്നു. റിയയാണ് അവൻ അന്ന് അവിടെ വെച്ച് കണ്ടതെന്നായിരുന്നു അവൻ ഇതുവരെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴായിരുന്നു അവനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ പൂച്ചക്കുട്ടിയെ ഒരുപാട് സ്നേഹത്തോടെ ഇല്ലേ അവളെടുത്തത്. പക്ഷെ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ചക്കുട്ടി വന്നപ്പോൾ ഇവളൊക്കെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്താ ഇതൊക്കെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അന്ന് ആ പാർട്ടി നടന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് സാർ, അതൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ മുത്തച്ഛനാണെങ്കിൽ ആ പാർട്ടിയുടെ കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫോട്ടോസിനൊക്കെ പാർട്ടി കളഞ്ഞിട്ട്, എടാ എന്താ ഈ കാണിക്കുന്നത്, നീ ഇവിടുത്തെ പ്രിൻസാന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ, എന്നിട്ട് വെറുതെ ഏതോ ഒരുത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് ബോഡി ഗാർഡിന്റെ പണിയൊക്കെ ചെയ്യുന്നു. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ എങ്ങനെ നിൽക്കാനായിട്ട് നോക്കുന്ന പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ആ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ പിറ്റേ ദിവസം ഈ റിയനെ അവൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറേ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് അവളോട് വരാനും പറയുന്നുണ്ടായിരുന്നു. അവിടെ അവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് കുറെ സർപ്രൈസും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ വെയിറ്റ് ചെയ്ത് 2 അസിസ്റ്റന്റുമാരും എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് അവളെ വെയിറ്റ് ചെയ്തിട്ടും അവളെ കാണാനില്ലായിരുന്നു. തിരിച്ച് വിളിച്ചു നോക്കുന്ന സമയത്ത് അവൾ കോളും എടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ടും അവളെ കാണാത്തത് കൊണ്ട്
അവളെ ഏതോ ഒരു സ്പാ സെന്ററിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവളെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഡോർ തുറക്കാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അവരുടെ അകത്തുള്ള സംഭാഷണം ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ എടി ഇന്നല്ലേ ആ ബോഡി ഗാർഡ് നിന്നെ എന്തോ പ്രപ്പോസ് ചെയ്യാനായിട്ടിരുന്നത്, എന്താ നീ അവിടേക്ക് പോകാൻ ചോദിക്കുമ്പോൾ നിനക്ക് വേറെ ഒന്നുമില്ല ചോദിക്കാനായിട്ട്, അവനെയൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, അവൻ ഏതോ ഒരു പിച്ചക്കാരനാ, വകയ്ക്കില്ലാത്തോണ്ടല്ലേ ഇങ്ങനെയുള്ള പണിക്കൊക്കെ വന്ന് കയറുന്നത്. പിന്നെ അവൻ എന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കൊരു രസം, വേറൊന്നും കൊണ്ടല്ല, എന്റെ ചേച്ചി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവൾക്കിട്ടൊരു ചെറിയ പണി കൊടുക്കണമെന്നുള്ളത് വർഷങ്ങൾ കൊണ്ടുള്ള എന്റെ ആഗ്രഹമാണ്. അവൾക്കാണെങ്കിൽ അവൻ ഒടുക്കത്തെ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എനിക്ക് അവനെ ഒന്ന് കറക്കിയെടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എന്താ, എനിക്ക് സന്തോഷം കിട്ടിയില്ലേ. എന്റെ ചേച്ചി ഒരുപാട് കാര്യം അത് കാണാനാണ് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ചെറുപ്പം തൊട്ടേ അവളുടെ അച്ഛനെ ഞാൻ തട്ടിയെടുത്തു, അവളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു, അവളെ അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അവൾക്ക് കിട്ടേണ്ടുന്ന സ്കോളർഷിപ്പ് ഞാൻ അടിച്ചു മാറ്റി, അവളുടെ റൂം ഞാൻ അടിച്ചു മാറ്റി, അങ്ങനെ ഡ്രസ്സ് വിലപിടിപ്പുള്ള സകലത ഞാൻ അടിച്ചു മാറ്റി. അതുപോലെ അവൾക്ക് ഇങ്ങനെ ഒരു പണിയിട്ട് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ അവൾ ആ കോമാ സ്റ്റേജിൽ കിടക്കുന്നവനെ പോയി കെട്ടട്ടെ, അത് കൂടെ ആകുമ്പോൾ എനിക്ക് തൃപ്തിയാകും. ഞാനാണെങ്കിൽ ആ ബോഡി ഗാർഡിനെയും തേച്ചിട്ട് ആ പ്രിൻസിനെയും കെട്ടി ഒരു കൊട്ടാരത്തിൽ ഇങ്ങനെ രാജകുമാരിയെ പോലെ കഴിയും. അതും കാത്താണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പ്രിൻസ് എന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുമെന്നും കൂടെ പറയുമ്പോഴത്തേക്കും പുറത്ത് നിൽക്കുന്ന ഹീറോയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവനാകെ കരയാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അവളോടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, പിറ്റേ ദിവസം അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നായിരുന്നു ഇവളുടെ ഫാമിലിയിലെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇരുന്ന ദിവസം. അതിന്റെ തലേ ദിവസം തന്നെ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ അന്ന് പാർട്ടിക്ക് നടന്ന CCTV ഫുട്ടേജും നമ്മുടെ സിയയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അന്ന് ആ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് സിയ ആയിരുന്നു. അവളുടെ ആ മുഖം കാണുമ്പോൾ തന്നെ അവൾക്ക് ഇതെന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ചിന്തിച്ചിട്ട് അവൻ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, സിയയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അസിസ്റ്റന്റ് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ അമ്മയെയും അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അതിനുശേഷം അവൾ കുഞ്ഞുനാളിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവ അറിയുന്നുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല, അന്ന് പാർട്ടിയിൽ, അതായത് ആ റിയയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് ഇവള് കരഞ്ഞോണ്ട് കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ഞുനാളിലെ, അവളാണ് എന്നിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും അവളെന്നോട് തുറന്നു പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഒരുപാട് സങ്കടം വന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ റിയുടെ കുറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഈ റെഡി എന്നിട്ട് ഇപ്പൊ എന്നെ പ്രിൻസ് പ്രപ്പോസ് ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിനെ ഇതിനു മുന്നേ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു അഹങ്കാരവും എല്ലാം കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പ്രിൻസ് വരുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഈ റിയ പ്രിൻസിനെ കാണാത്തത് കൊണ്ട് തന്നെ അവള് ഇവനായിരിക്കും അതെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, നമ്മുടെ ബോഡി ഗാർഡല്ലേ ദേ വരുന്നെന്ന് പറഞ്ഞിങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എടി നീ പ്രിൻസിനെയൊക്കെ കല്യാണം കഴിച്ചാ പിന്നെ നീ ഞങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്ട് വെക്കുമോ ചോദിക്കുമ്പോൾ അതൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ടെന്ന് റിയ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും പ്രിൻസ് ആരാന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസ് വരുന്ന സമയത്ത് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്തൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന റിയയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ റിയയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഇതാണ് പ്രിൻസ് എന്നുള്ളത് അവൾ അറിയുന്നുണ്ടായിരുന്നത്. അവളും അവളുടെ അച്ഛനും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവളുടെ അച്ഛനാണെങ്കിൽ, ഓ നിങ്ങളാണോ പ്രിൻസ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോ നിങ്ങള് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണല്ലേ ബോഡി ഗാർഡായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും നാൾ നിന്നെന്ന് ചോദിക്കുമ്പോൾ റിയ ആണെങ്കിൽ, ഓ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണല്ലേ നീ അപ്പൊ ഇത്രയും നാൾ അങ്ങനെ വന്നത്, അയ്യോ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പ്രിൻസ് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ ഇന്ന് വേറൊരു വിശേഷ ദിവസം കൂടിയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഉടനെ ഒരു കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്. വധു വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന പെൺകുട്ടിയാണ്. അതായത് റിയയെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി വരൻ ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ റിയയും അവളുടെ അച്ഛനും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വരൻ വേറെ ആരുമല്ല, എന്റെ അങ്കിളാണെന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായ ഒരാൾ അവിടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഷോക്കാകുന്നുണ്ടായിരുന്നു. റിയയ്ക്കാണെങ്കിൽ ഇപ്പൊ ബോധം പോകുന്നു പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇതെന്തായി പറയുന്നത്, അങ്കിളോ നീയല്ലേ എന്നെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയുന്നുണ്ട്. അതായത് റിയയ്ക്ക് ഓൾറെഡി അറിയായിരുന്നു ഇവൻ സ്നേഹിക്കുന്നത് റിയയുടെ ചേച്ചിയെ തന്നെയാന്നുള്ളത്. അവനെ എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കണമെന്ന് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ ഇത്രയും വലിയ പണക്കാരനാണെന്ന് അറിയത്തില്ലായിരുന്നു. ബോഡി ഗാർഡ് ആയിട്ടും അവളുടെ ചേച്ചി ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ലെന്നുള്ളൊരു വാശി അവൾക്കുണ്ടായിരുന്നു. അതിന്റെ പുറത്തായിരുന്നു ഇവനെ വളച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നുണ്ട്, കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്നത് വേറെ ആരെയല്ല, സിയെ തന്നെയാണ്. പക്ഷേ
നീ നിന്റെ അച്ഛനും കൂടെ ചേർന്ന് എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചെന്തെങ്കിലും തരണ്ടേന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ അയ്യോ മോനെ അതെങ്ങനെ ശരിയാവും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങൾ കൂട്ടുനിന്നേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയൊക്കെ ഞാൻ തിരികെ മേടിക്കുമെന്ന് പറയുമ്പോൾ അയാൾക്ക് എങ്ങനെയാണെങ്കിലും കുറച്ച് കാശ് കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റിയ ആണെങ്കിൽ അയ്യോ അതൊന്നും പറ്റത്തില്ല, നീ എന്താ ഈ പറയുന്നത്, എന്റെ പ്രായം നോക്കി ഇയാളുടെ പ്രായം നോക്ക്, അതൊന്നും ശരിയാവത്തില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ ഉറപ്പായിട്ട് കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ സെക്യൂരിറ്റി വിളിച്ചിട്ട് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവിടെ അച്ഛനാണെങ്കിൽ ഇവനോട് നമുക്ക് കൂടുതൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചാലോ, എന്തായാലും എന്റെ മകള് ഇവിടേക്കല്ലേ കല്യാണം കഴിച്ച് വരാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് അയാൾ പിന്നെ ഈ ബിസിനസിന്റെ കാര്യവും പൈസയുടെ കാര്യവും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവനുടനെ അതെ നിങ്ങളുടെ മകള് ഇപ്പോ എന്റെ അങ്കിളിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയത്, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു ബന്ധം വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഈ അച്ഛനാണെങ്കിൽ അവിടെ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഈ റിയയുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ സിയ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സിയ ഇപ്പൊ എവിടെയാന്ന് പറഞ്ഞാൽ അവള് ആ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. അവിടെ പോകുന്ന സമയത്ത് അവന് ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും താൻ മരണം വരെ ഇവനെയാണ് ഭർത്താവായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് ആ പ്രിൻസിനെയൊക്കെ മറന്നിട്ട് ഇപ്പൊ അവള് ഫുൾ ഇവനെ തന്നെ നോക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് തന്നെ ഇവര് ഫുൾ അവള് നല്ല രീതിയിൽ കയറുകയായിരുന്നു. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഹീറോയിൻ തന്നെയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് അവനിപ്പോ നല്ല രീതിയിൽ ഭേദാവുന്നുണ്ടായിരുന്നു. ഡോക്ടർമാർ വന്നിട്ട് അവന് വേറെ യാതൊരു പ്രശ്നമില്ലാന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരോടൊന്നും പോയതിനു ശേഷം ആദ്യമായിട്ട് നമ്മുടെ സിഒ ഇല്ലേ ഇവനാണെങ്കിൽ ജിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാം നിന്റെ കാര്യങ്ങളൊക്കെ, അമ്മയെല്ലാം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരമില്ല, നീ എല്ലാം മറന്നിട്ടല്ലേ എന്റെ ഒപ്പം വന്നത്, ഞാനും നിന്നെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാം. ആദ്യം അങ്ങനെ ഒരു വിവാഹത്തിലോട്ടൊന്നും ഞാൻ നിന്നെ കൊണ്ടുപോകാനായിട്ട് നിർബന്ധിക്കുന്നില്ല, കുറച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് നോക്കാം, നീ ഓക്കെ ആണെങ്കിൽ മാത്രം മതി വിവാഹം ഒന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരായിരുന്നു. ഈ ഡ്രസ്സ് വേണോ, ഈ നെക്ലേസ് വേണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോ അല്ല നമ്മുടെ ഈ സിഒ, അതായത് നമ്മുടെ ജി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അവനിപ്പോ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അവളെയും കൂട്ടിയിട്ട് സൺസെറ്റ് കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അവിടെ നിൽക്കുന്ന സമയത്ത് അവൻ ഓപ്പൺ ആയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് നീ ഓക്കെയാണ്, നിനക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വെഡിങ് ഡേ വരുന്നുണ്ടായിരുന്നു. വെഡിങ് ഡേയിൽ അന്ന് നമ്മുടെ ജി ആണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ഗൗണൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനില്ലേ, അതായത് ഈ ബോഡി ഗാർഡ് ഒരു ഏരിയയിലെ പ്രിൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവന്റെ ഏരിയയിൽ തന്നെ ഒരു പ്രിൻസ് ആണ്. വലിയ പണക്കാരായിരുന്നു ഇവര്. അങ്ങനെ ഇപ്പം വന്ന് പറയുന്നുണ്ട്, നീ പെട്ടെന്നൊരു തീരുമാനമല്ലല്ലോ ഇതെടുത്തത്, നിനക്ക് എന്നെ ഇഷ്ടം തന്നെയാണല്ലോ അല്ലേ, എനിക്കെന്തോ നിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് ഈ കല്യാണം കഴിപ്പിക്കുന്നത് പോലെ തോന്നാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ ആയതുകൊണ്ടല്ലേ നിന്നോട് പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്, എനിക്കത് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വെഡിങ് ഡേയുടെ അന്ന് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടോ എന്നുള്ളത് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സിഒ ആണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ജിയോട് ചോദിക്കുന്ന സമയത്ത് അവൾ ഓക്കെ പറയാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ഡോർ തള്ളി തുറന്ന് അവിടേക്ക് ആ പ്രിൻസ് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഈ കല്യാണം ഒരിക്കലും നടക്കാനായിട്ട് പാടില്ല, ഞാൻ നടക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ജിയയുടെ അടുത്ത് വന്നിട്ട്, ജിയ എനിക്ക് ഇപ്പോഴാ കാര്യങ്ങളെല്ലാം മനസ്സിലായത്, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത്, നീ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ അത്രമാത്രം ടോർച്ചർ ചെയ്യുമായിരുന്നു, നീ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയത്, എന്തുമാത്രം വേദനിപ്പിച്ചത്, എത്ര അടിയാ നീ എനിക്ക് തന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് നീയാണെന്നുള്ളത്, നീ എന്നൊന്നും മനസ്സിലാക്ക്, നീ ഇല്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല, ഞാൻ അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിഒയിലെ അവരും അത്യാവശ്യം റിച്ച്മാൻ ആയതുകൊണ്ട് തന്നെ അവിടെ അവന്റെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് ഈ പ്രിൻസിനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ സിയുടെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഒരു കാരണവശാലും അവിടെ നിന്ന് പോകാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ജിയ പറയുന്നുണ്ട്, നോക്കിയേ എന്റെ കല്യാണമാണ് നടക്കാനായിട്ട് പോകുന്നത്, അതും എന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടെ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ, ഞാൻ നിന്നെ എന്നോ മറന്നു കളഞ്ഞതാണ്, അതുകൊണ്ട് പ്ലീസ് ഇനി എന്റെ ലൈഫിലേക്ക് നീ വരരുത്, ഒരുപാട് ഞാൻ നിന്റെ പുറകെ നടന്നതാണ്, അപ്പൊ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നീ എന്റെ സ്നേഹം കണ്ടിട്ടില്ല, അപ്പൊ പിന്നെ ഇനി ആ സ്നേഹത്തിന് ഒരു അർത്ഥവും ഇല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ അവനാണെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല സിയോടെ ആൾക്കാർ അവനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു. അവൻ ഉടനെ അതെടുത്തിട്ട്, എന്നെ ആരെങ്കിലും എതിർക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത ഇവളെ ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടരുത്, അവളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാനും ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആരൊക്കെ ആയിരിക്കുന്നോ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു.
ഇത് കേൾക്കുന്ന സിയ ആണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ടായിരുന്നു. അവള് കാരണം അവിടെ ഇടയ്ക്ക് എന്താണ് ആവശ്യം, നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കാന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം നീ ഇവനെ ഉപേക്ഷിച്ച് എന്റെ ഒപ്പം ഇറങ്ങി വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. വേറെ ഒരു വഴിയില്ലാതെ സിയ അവന്റെ ഒപ്പം പോകാമെന്ന് തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവളെ സ്നേഹിക്കുന്ന ആ സിയോ ഇല്ലേ, അവനാണെങ്കിൽ നീ ഇതെന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരികെ വരുമെന്ന് അവന് വാക്ക് കൊടുത്തിട്ടായിരുന്നു അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ സിയോയുടെ സിസ്റ്റർ ആണെങ്കിൽ ഹീറോയിന്റെ കയ്യിൽ ഒരു ബാഗ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ ഒറ്റപ്പെടുമെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള നീ വായിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചിട്ട് ഈ ഫ്രണ്ട്സിനൊപ്പം സി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നേരെ ഈ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കുറെ ഫുഡ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് അവളോട് വന്ന് കഴിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അവന്റെ ഒപ്പം നിൽക്കാനോ ഇതൊക്കെ കഴിക്കാനോ ഒട്ടും തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവള് കാരണം വേറെ ആർക്കും ഒരു പ്രശ്നം വരരുതെന്ന് മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരുന്നു തലേ ദിവസം അവന്റെ ഒപ്പം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം റിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളായിരുന്നു. നീ ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എന്തേ നിനക്ക് ഇഷ്ടമായില്ലേ? ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ല, ഇതെല്ലാം റിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാന്ന് പറയുമ്പോ, ഓ നീ എപ്പോഴും എന്താ അവളുടെ കാര്യം തന്നെ പറയുന്നത്, എനിക്ക് അവളുടെ കാര്യം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല, അവളുടെ പേര് പോലും ഇവിടെ മിണ്ടരെന്ന് പറയുമ്പോ, ഓ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ഇതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വടി പോലത്തെ എന്തോ ഒരു സാധനം എടുത്തിട്ട് അവളെ തൊട്ടാ വേദനിക്കുന്ന നിനക്ക് ഇപ്പൊ അവളുടെ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ലാതായോ, അതെപ്പ തൊട്ട് അങ്ങനെ ആയെന്ന് പറഞ്ഞിട്ട് ആ വടിയെടുത്ത് അവനൊരു അടി കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ സി ഇതെല്ലാം മനസ്സിൽ കണ്ടോണ്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പ്രിൻസ് ആണെങ്കിൽ നീ എന്നെ എന്ത് വേണേലും ചെയ്തോ, അതെല്ലാം കേൾക്കാനും കൊള്ളാനും ഞാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടെ, ഞാൻ ആ റിയയുടെ മുഖം ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു, നീ അത് തന്നെ ഇപ്പൊ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് എന്നെ കുത്താനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ നീ ഇതെന്താ ഈ പറയുന്നത്, അതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് നേരെ അവന്റെ നെഞ്ചിലേക്ക് കുത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ബ്ലഡും വരുന്നുണ്ട്. അങ്ങനെ ആ ടാറ്റു മാച്ച് കളയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സിയ ആണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ സിയയില്ലേ അവനെ കോൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും ഈ പ്രിൻസിന് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ തന്റെ വരുതിയിൽ കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത്. അല്ലാതെ അന്നും ഇന്നും അവളുടെ ഫീലിങ്സിന് ഒന്നിനും അവൻ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ഇതുവരെയും തന്നോട് യാതൊരു രീതിയിലും ഇഷ്ടം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ ആകെ ഡിപ്രഷനിലായിരുന്നു. അതുകൊണ്ട് ഡെയിലി ഇപ്പൊ മദ്യപാനം ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അവളോട് സ്നേഹം കാണിച്ച് പോകാനായിട്ട് നോക്കിയിരുന്നാലും അവൾ എപ്പോഴും കല്ല് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോടുള്ള ഫീലിങ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു സ്നേഹവും അവൾ തിരികെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അവൻ ഒരുപാട് ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ അവളോട് ചൂടാവുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഹീറോയിനാകെ സങ്കടം വന്നിട്ട് ആ സിയോട് സിസ്റ്റർ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബാഗില്ലേ, അതിനകത്ത് എന്താണെന്നുള്ളത് അവൾക്ക് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറെ ലെറ്റേഴ്സ് ആയിരുന്നു. അതെല്ലാം ആ സിയോ എഴുതിയതായിരുന്നു. അത് ഓരോന്നും അവളെടുത്ത് വായിക്കുന്ന സമയത്ത് അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അവൾ കുഞ്ഞുനാളിലെ, അതായത് അവളുടെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അവളുടെ അമ്മയും അച്ഛനും എല്ലാവരുമായിട്ട് ഒരു ഹാപ്പി ലൈഫ് ഉണ്ടായിരുന്നല്ലോ അവൾക്ക് ഒരു സമയത്ത്. ആ സമയത്ത് സ്കൂളിൽ അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉണ്ടെങ്കിലേ അവൾ സ്കൂളിൽ പോകത്തുള്ളൂ, അവന്റെ കയ്യിൽ നിന്ന് അവൾ ഫുഡ് വാരി കഴിക്കത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് അവൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴോ അവളുടെ അമ്മ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അവൾക്ക് പിന്നെ ആ വലിയ സ്കൂളിലൊന്നും പഠിക്കാൻ പറ്റാതെയായി. അതിനുശേഷം ആ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ട് ഇതുവരെ അവളെ മറന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവൾക്ക് എന്തോരം ആവശ്യം ഉണ്ടായിരുന്നിരുന്നാലും മറിഞ്ഞു നിന്ന് അതെല്ലാം ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യുമായിരുന്നു. ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ നമ്മുടെ സിയോ എന്ന് പറയുന്നത്. അവളുടെ ലൈഫിൽ അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ആ ലെറ്ററിൽ അവൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവൾ അറിയാതെ ഇവൻ അവളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും ഹീറോയിന് ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനപ്പുറം അത്രയും മാത്രം എന്നെ സ്നേഹിക്കുന്ന അവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതറിയുന്ന പ്രിൻസിന് സഹിക്കാൻ പറ്റാതെ അവളോട് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് തുടരെ അവന് മദ്യപാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട്. ഇതേ സമയം സിയ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. നേരെ സിയോ കാണാനായിട്ട് വരുന്നുണ്ട്. നീ എന്താ ഈ കാര്യം എന്നോട് തുറന്നു പറയാതിരുന്നത്? നിനക്കറിയാവോ, അന്ന് ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തി തീർത്ത് ഞാൻ ഇന്നും ചില സമയത്തൊക്കെ വിഷമിക്കാറുണ്ട്. പക്ഷെ ആ നീയാണ് ഇത്രയും നാൾ എന്റെ മുമ്പിൽ നിന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോടോ എന്ന് ചോദിച്ചിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പക്ഷെ കേട്ടിട്ട് അറിയ അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ സിയയുടെ ലൈഫ് നശിപ്പിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് കിട്ടാത്തത് ഇവൾക്കും കിട്ടരുതെന്നുള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സിയയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിച്ച് അവൾ കത്തിയും കൊണ്ട് നേരെ വന്ന് കുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ
സിയെ രക്ഷിക്കുന്നിടയ്ക്ക് നമ്മുടെ സിയോയ്ക്കായിരുന്നു കുത്തേൽക്കുന്നുണ്ടായിരുന്നത്. അവൻ അപ്പ തന്നെ അങ്ങ് തറയിലേക്ക് ഇരുന്ന് പോകുന്നുണ്ടായിരുന്നു. ഉടനെ അവന്റെ ബോഡി ഗാർഡ്സ് എല്ലാവരും വന്ന് റിയനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് അവളെ ജയിലിൽ അടയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സിയ ആണെങ്കിൽ, എടാ പ്ലീസ് നീ എന്നെ വിട്ട് പോരുത്, എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും എന്നെ വിട്ടിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കാന്ന് പറയുമ്പോൾ, അയ്യേ ബുദ്ധൂസേ നീ എന്തിനാ ഈ കരയുന്നത്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്നില്ലേ, പണ്ട് നീ എപ്പോഴും എന്നോട് കൊണ്ടുവരാനായിട്ട് പറയുന്ന ആ ബണ്ണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എന്റെ ഈ വയറിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു, അവിടെ അവള് കുത്തിയെന്ന് പറഞ്ഞിട്ട് ആ ബണ്ണെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ പോയാ നിനക്കത് സഹിക്കാനേ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, പ്ലീസ് നീ ഇങ്ങനെ ഒന്ന് പറയരുതെന്ന് അവള് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടെ വിവാഹം ചെയ്താലും ചോദിക്കുമ്പോൾ അവൾ അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വെഡിങ് ഡേ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പൊ പൂർണ്ണ സമ്മതത്തോടു കൂടെ തന്നെയായിരുന്നു അവനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ടായിരുന്നു വിവാഹത്തിന്റെ അന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രിൻസിന് അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ സിയും ഒന്നിക്കുന്നതോടുകൂടെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ 2 ഹീറോയിസ് ഉണ്ടല്ലോ, ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? നമ്മുടെ സിയ അവസാനം സിയു കല്യാണം കഴിച്ചതിന്റെ കാര്യത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. അടുത്തൊരു അടിപൊളി ഡ്രാമയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.